സംസ്ഥാന സ്കൂൾ കായികമേള തുടങ്ങാൻ പോവുകയാണ്. അതിനിടയിൽ ചില പരാതികൾ കൂടി വരികയാണ്. ജില്ലാ സ്കൂൾ കായികമേളകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. പക്ഷേ കളരിപ്പയറ്റ് മത്സര ഇനമാക്കിയത് പ്രതിസന്ധി ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ അധ്യാപകർ പറയുന്നത്. സംസ്ഥാന കായികമേളയ്ക്ക് മുൻപായി ഈ 2 ദിവസം കൊണ്ട് മത്സരങ്ങൾ ഓടിച്ച് നടത്തി തീർക്കാനാണ് വകുപ്പിന്റെ നിർദ്ദേശം. മത്സരാർത്ഥികൾക്കും പരിപാടിയുടെ നടത്തിപ്പ് ജോലി ചെയ്യുന്ന അധ്യാപകർക്കും സമ്മർദ്ദമുണ്ടാക്കുന്നു ഇത് എന്ന പരാതിയാണ് ഉയരുന്നത്. കളരിപ്പയറ്റ് മത്സര ഇനമാക്കുമെന്ന് നേരത്തെ മന്ത്രി പറഞ്ഞെങ്കിലും ഉത്തരവിറക്കാൻ വൈകി. 2 ദിവസം മുൻപ് മാത്രമാണ് ഫെൻസിങ്, യോഗ, കളരിപ്പയറ്റ് ഈ കളരിപ്പയറ്റിനെയൊക്കെ കായികമേളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉത്തരവാക്കിയത്. സത്യത്തിൽ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കായിക മാമാങ്കവുമായിട്ടുള്ള തിരക്കിലാണ്. അപ്പോൾ ആ തിരക്കിനിടയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഉത്തരവ് ശ്വാസം മുട്ടിക്കുന്നത് നിത്യവും പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യാർത്ഥികളെയും അതിന് ഹെൽപ്പ് ചെയ്യുന്ന രക്ഷകർത്താക്കളെയും ഈ മേളകളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ഓർഗനൈസേഴ്സുമാണ്. അത് ഈ കായിക മേഖലയുടെ ഉന്നമനത്തിനല്ല, മറിച്ച് ക്ഷീണത്തിന് കാരണമാകുമെന്ന് പറയാനുള്ളൂ. ഒരു നല്ലൊരു കൺസെപ്റ്റാണ് ഈ ഒളിമ്പിക്സ് ഒക്കെ. പക്ഷെ അതൊക്കെ ഈ നാഷണൽ കലണ്ടറിന് അനുയോജ്യമായ രീതിയിലുള്ള ഒളിമ്പിക്സ് ആയിരുന്നെങ്കിൽ കുട്ടികൾക്ക് ആ കോമ്പറ്റീഷൻ പീരീഡിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് മത്സരത്തിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം ദേശീയ തലത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞേനെ. എനിക്ക് തോന്നുന്നു വരും വർഷങ്ങളെങ്കിലും ഗവൺമെന്റ് ആ രീതിയിലൊരു പ്ലാനിങ്ങോട് കൂടി തന്നെ ഇത്തരം മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യുമെന്ന് തന്നെയാണ് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ പ്രതീക്ഷ. ഗോപാൽ ഷീല സനലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോപാൽ, സ്കൂൾ ഒളിമ്പിക്സ് ആണ് നടക്കാൻ പോകുന്നത്. പക്ഷേ ചില പരാതികളും ഉയരുന്നുണ്ട്. കളരിപ്പയറ്റ് മത്സര ഇനമാക്കിയതിൽ അഭിനന്ദനങ്ങളൊക്കെ അർഹിക്കുമ്പോൾ പോലും എന്താണ് അതിൽ പ്രതിസന്ധി എന്നാണ് ഇപ്പോൾ അധ്യാപകർ പറയുന്നത്. വിനീത, നേരത്തെ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനമായിരുന്നു കളരിപ്പയറ്റ് ഈ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഒരു പ്രധാനപ്പെട്ട ഇനമാക്കുമെന്ന്. ജില്ലാതലം മുതലാണ് കളരിപ്പയറ്റ് മത്സരങ്ങൾ നടത്തി തുടങ്ങുന്നത്. പക്ഷേ പല ജില്ലകളിലും ജില്ലാ കായികമേളകൾ പൂർത്തിയായതിനു ശേഷം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് കളരിപ്പയറ്റ്, യോഗ, ഫെൻസിംഗ് തുടങ്ങിയ 3 പ്രധാനപ്പെട്ട ഇനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കായികമേളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് കായികമേളകൾ നടക്കുന്നതിന് സമാന്തരമായോ അല്ലെങ്കിൽ അതിന് മുന്നോടിയോ കാലേ കൂട്ടി ഇറക്കേണ്ട ഉത്തരവ് ഈ ജില്ലാ മേളകൾ പൂർത്തിയാക്കിയതിനു ശേഷം വേഗത്തിൽ പുറത്തിറക്കി. അതോടുകൂടി തന്നെ ഈ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആശങ്കയായി, സമ്മർദ്ദമായി. അതിനുശേഷം പിന്നാലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം വന്നു. ഈ കായികമേള തുടങ്ങുന്നതിന്റെ തലേ 2 ദിവസം, അതായത് 21-ന് കായികമേള ഔദ്യോഗികമായി തുടങ്ങും. 19, 20 ഇന്നും നാളെയുമായി ജില്ലാ തലത്തിൽ കളരിപ്പയറ്റിനും ഫെൻസിങ്ങിനും പ്രത്യേകം മത്സരങ്ങൾ നടത്തി അത് ഈ കായികമേളയുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തി ആ വിദ്യാർത്ഥികളെ മറ്റന്നാൾ മുതലുള്ള മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാനാണ് ഇതിൽ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് തയ്യാറെടുപ്പ് നടത്താനും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് അധ്യാപകർ മുന്നോട്ട് വെക്കുന്ന കാരണം. ശരി, ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പരാതികൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്.